Dear friends, welcome to Essence Academy. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് രാജ്യത്തെ ആദ്യ ഭൗമ സൂചിക സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗോവയിലാണ്. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ക്ലിയർ? അടുത്ത പോയിന്റ്, ദേശീയ ബധിര കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളം. രണ്ടാം സ്ഥാനം തമിഴ്നാട്. മത്സരം നടന്നത് കോഴിക്കോട് ജില്ലയിൽ വെച്ചാണ്. ക്ലിയർ? അടുത്ത പോയിന്റ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചത് ആരെന്ന് ചോദിച്ചാൽ BS തിരുമേനി. അടുത്ത പോയിന്റ്, ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി മത്സരത്തിലെ വിജയ് ആരെന്ന് ചോദിച്ചാൽ ജോൺ ലൂക്ക്. ആരാണ്? ജോൺ ലൂക്ക്. എത്ര ദിവസം എടുത്തു എന്ന് ചോദിച്ചാൽ 212 ദിവസം. ക്ലിയർ? അഭിലാഷ് ടോമി നിങ്ങൾക്ക് അറിയാലോ, ഗോൾഡൻ ഗ്ലോബ് മത്സരത്തിൽ പങ്കെടുത്ത് അപകടം പറ്റിയ ഈ മലയാളിയാണ് അഭിലാഷ് ടോമി. ഓർത്തു വയ്ക്കാൻ മറന്നുപോരുത്. അടുത്ത, രാജ്യത്തെ ആദ്യ ഒന്നുകൂടെ നോക്കാം. രാജ്യത്തെ ആദ്യ ഭൗമ സൂചിക സ്റ്റോർ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോവ. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ നേതൃത്വം നടക്കുന്നത്. അടുത്ത, ദേശീയ ബധിര കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം. രണ്ടാം സ്ഥാനം തമിഴ്നാട്. മത്സരം നടന്നത് കോഴിക്കോട് വെച്ച്. അടുത്ത, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചത് ആരെന്ന് ചോദിച്ചാൽ BS തിരുമേനി. അടുത്ത പോയിന്റ്, ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി മത്സരത്തിലെ വിജയ് ആരെന്ന് ചോദിച്ചാൽ ജോൺ ലൂക്ക്. 212 ദിവസമാണ് മത്സരത്തിന് എടുത്ത ദിവസം. ഇത് ഏകം എടുത്ത ദിവസം എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത പോയിന്റ് ഇപ്പോ അടുത്ത പോയിന്റ്, നാവികസേന സഹമേധാവിയായി ചുമതലയേറ്റത് ആരെന്ന് ചോദിച്ചാൽ അശോക് കുമാർ. ക്ലിയർ? അടുത്ത പോയിന്റ്, മുംബൈ ആസ്ഥാനമായുള്ള പശ്ചിമ കമാൻഡിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത് ആരെന്ന് ചോദിച്ചാൽ P. അജിത് കുമാർ. ക്ലിയർ? അടുത്ത പോയിന്റ്, ദേശീയ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ദണ്ഡിയിലാണ്. 80 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമയാണ് ഈ ദേശീയ ഉപ്പ് സത്യാഗ്രഹ സ്മാരകത്തിന്റെ പ്രത്യേകത എന്നാണ്. ക്ലിയർ? ഓർത്തു വയ്ക്കാൻ മറന്നുപോരുത്. അടുത്ത പോയിന്റ്, KSRTCയുടെ പുതിയ MD ആയി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ MP ദിനേശ്. അദ്ദേഹം KSRTC നിലവിൽ എന്ന് അറിയാലോ ഏത് വർഷമാണ്? 1965 ഏപ്രിൽ 1 മുതലാണ് നിലവിൽ വന്നത്. KSRT, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. നാവികസേന സഹമേധാവിയായി ചുമതലയേറ്റാരെന്ന് ചോദിച്ചാൽ അശോക് കുമാർ. അടുത്ത, മുംബൈ ആസ്ഥാനമായുള്ള പശ്ചിമ കമാൻഡിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്താരെന്ന് ചോദിച്ചാൽ P. അജിത് കുമാർ. അടുത്ത, ദേശീയ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ദണ്ഡിയിലാണ്. ഉദ്ഘാടനം ചെയ്ത ആരെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 80 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമയാണ് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അടുത്ത, KSRTCയുടെ പുതിയ MD ആയി നിയമിച്ചാരെന്ന് ചോദിച്ചാൽ MP ദിനേശ്. KSRTC നിലവിൽ വന്ന വർഷം 1965 ഏപ്രിൽ 1. പല പ്രാവശ്യം ചോദിച്ചതാണ്. KSRTC നിലവിൽ വന്ന 1965 ഏപ്രിൽ 1. ക്ലിയർ? അടുത്ത പോയിന്റ് ഇപ്പോ അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദുബായ് ആണ്. തുടർച്ചയായി 5ാമത്തെ വർഷമാണ് ദുബായ് എയർപോർട്ട് ഏറ്റവും തിരക്കുള്ള വിമാനത്താവളമായി മാറുന്നത്. ക്ലിയർ? അപ്പൊ ഈ ദുബായ് എയർപോർട്ട് നിലവിൽ വന്ന വർഷം 1937 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. അപ്പൊ അടുത്ത പോയിന്റ്, നാഗാലാൻഡിലെ ഫസ്റ്റ് ആസ്ട്രോ ടർഫ് ഫുട്ബോൾ പിച്ച് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊഹിമ, നാഗാലാൻഡ്. അപ്പൊ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫു റിയോ. ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയെന്ന് വെച്ചാൽ 78ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജ്യം എന്ന് വെച്ചാൽ ഡെൻമാർക്ക്. ക്ലിയർ? അടുത്ത പോയിന്റ്, കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 12.5%. ക്ലിയർ ആണോ? അടുത്ത ഒന്നുകൂടെ നോക്കാം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയത് എന്ന് വെച്ചാൽ ദുബായ്. അപ്പൊ ഈ തുടർച്ചയായി 5ാമത്തെ വർഷമാണ് ദുബായ് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറുന്നത്. 1937 മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത, നാഗാലാൻഡിലെ ഫസ്റ്റ് ആസ്ട്രോ ടർഫ് ഫുട്ബോൾ പിച്ച് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊഹിമ, നാഗാലാൻഡ്. ഉദ്ഘാടനം ചെയ്താരെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫു റിയോ. അടുത്ത പോയിന്റ്, ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 78, 1ാം സ്ഥാനം ഡെൻമാർക്ക്. അടുത്ത പോയിന്റ്, കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 12.5%. ക്ലിയർ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.